ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഈ ജാഥ ഇവിടെ നയിച്ചു വന്ന അതിൻ്റെ ക്യാപ്റ്റൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഉദ്ഘാടക പ്രസംഗം പറഞ്ഞ ഒരു വാചകം ഓർത്തുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ സ്ത്രീകൾ തുടങ്ങിയിരിക്കുന്ന ഈ സമരം വളരെ വേഗത്തിൽ പൊടിയിൽ തട്ടി അവർ പോകുമെന്ന് കരുതിയതായിട്ട് പുരുഷന്മാർ ചിന്തിച്ചു എന്നാണ്. അത് സ്ത്രീകളെ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്ത്രീ ഒരുപെട്ടാൽ ബ്രഹ്മാവിന് പോലും തടുക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പിണറായി വിജയനും ധരിച്ചത് അങ്ങനെയായിരിക്കും. സാധാരണഗതിയിൽ ഈ പുരുഷ കേസരികളുടെ സമരം അത്യാവശ്യം ചില ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി അവസാനിപ്പിച്ചു എന്നാണെങ്കിൽ, സ്ത്രീകൾ പൊതുവെ അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിലും വീട്ടിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അവരാ കടുംപിടുത്തത്തിൽ അങ്ങനെ തന്നെ നിൽക്കും. അവരുടെ ആവശ്യം ന്യായമാണെങ്കിൽ ആ ന്യായമായ ആവശ്യം പരിഹരിച്ച് കിട്ടുന്നത് വരെ അവർ ആ സമരവും വഴക്കും തുടരുകയും ചെയ്യും. സഖാവിനെ തെറ്റിപ്പോയതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വലിയ വിഷമവൃത്തത്തിൽ വന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 232 രൂപയുടെ ആവശ്യം മതി എന്നാണ് ഞാൻ ഇന്നലെ നിലമ്പൂരിലെ LDF-ന്റെ കാൻഡിഡേറ്റ് സ്വരാജ് വരെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്ന ജയിലിൽ 240 രൂപയുണ്ട് ഒരു പ്രതിക്ക്, ഇല്ലേ? അവർ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജയിലിലെ ഒരു പ്രതിക്ക്, ബലാത്സംഗ കേസിലും പോക്സോ കേസിലും കൊലപാതക കേസിലും കിടക്കുന്ന പ്രതിക്ക് ഒരു ദിവസം 4 ചപ്പാത്തി കിട്ടിയാൽ ഏതാണ്ട് 240 രൂപയുണ്ട്. അത് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രതിക്ക് 240 രൂപ കൊടുക്കുന്ന സർക്കാരാണ് പറയുന്നത്. ആശാ വർക്കേഴ്സിന് 230 രൂപ തന്നെ ധാരാളമാണ്. ഞാൻ ഇന്നും ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, സ്വരാജിന്റെ നിലപാടാണ്, സ്വരാജാണ് ഇടതുപക്ഷത്തിന്റെ കാവൽ പോരാളിയായി നിയമസഭയിലെത്തേണ്ടതൊക്കെ പറയും. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയാതെ പോയാൽ അഭംഗിയാകുമെന്ന് കരുതുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ആശാ വർക്കേഴ്സിലെ LDF-കാർ ഞങ്ങളുടെ കൂടെയാണ്, അപ്പുറത്ത് ഉള്ളതൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത സമരമാണ്, ആശാ വർക്കേഴ്സ് ഭൂരിഭാഗം ഞങ്ങളുടെ കൂടെയാണ്. ഈ സ്വരാജ് അല്ലെങ്കിൽ ഈ സ്വരാജ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവാണ് ഒരു മാസം മുമ്പ് പഹൽഗാമിൽ അക്രമം ഉണ്ടായ സമയത്ത് അതിന്റെ ഭാഗമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ പരമാധികാര റിപ്പബ്ലിക്കിനെ നിലനിർത്താൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് ചില മിസൈലൊക്കെ അയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യുദ്ധം പാടില്ല, മാനവികത, മനുഷ്യ സ്നേഹം. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു ബോംബ് വന്ന് വീണാൽ മാത്രമേ യുദ്ധത്തിന്റെ കെടുതിയെ പറ്റി നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറയുന്ന മനുഷ്യ സ്നേഹത്തിന്റെ വലിയ മകളുടെ ഉദാഹരണമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്വരാജ് പറയുകയാണ്, ആശാ സമരത്തിൽ LDF-കാർ ഞങ്ങളുടെ കൂടെയാണ്, കുറച്ച് സ്ത്രീകൾ അപ്പുറത്താണ്. അതായത് LDF-കാർ മാത്രമേ ഉള്ളൂ മനുഷ്യർ. ആശാ സമരത്തിലെ മനുഷ്യർ എന്ന് പറയുന്നത് LDF-കാരാണ്. ആശാ സമരത്തിലെ 10 സ്ത്രീകൾ അപ്പുറത്തുണ്ടെങ്കിൽ അവർ മനുഷ്യരല്ലെന്നാണ് സ്വരാജ് പറയുന്നത്. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് നിലപാടാണ്? ഇതെന്ത് മനുഷ്യത്വപരമായ നിലപാടാണ്? ഞാൻ ഈ സമരത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ 2ാം ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സമരം തുടങ്ങുമ്പോൾ ആ സമരത്തിലെ മുഴുവൻ ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ആശാ വർക്കേഴ്സും ആവശ്യപ്പെടുന്നില്ല. ഒരു സമരവും ആ സമരത്തിൽ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടല്ല സമരം അവസാനിക്കുക, മറിച്ച് ആ സമരത്തോട് ജനാധിപത്യ രീതിയിൽ കാണിക്കുന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കുക. അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ 10 ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്താൽ 1-2 ആവശ്യങ്ങൾ ആ സമയത്ത് നടത്തി കൊടുക്കും, ബാക്കി അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ഇരിക്കാം, അല്ലെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അങ്ങനെയാണല്ലോ സമരം തീർപ്പാക്കുക. പക്ഷെ അതിന് പകരം മര്യാദ കാണിക്കാത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകരനാണെന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്. ഇവരുടെ സമരം തിരുവനന്തപുരം സെക്രട്ടറിയിൽ നടക്കുമ്പോൾ തൊട്ട് 50 മീറ്റർ അകലെ മറ്റൊരു സമരം നടന്നു. പക്ഷേ മാഡത്തിന് അറിയാം, PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം SI സെലക്ഷൻ കിട്ടാത്ത പെൺകുട്ടികൾ അവിടെ സമരം ചെയ്തു. ഞാനത് പോയി കണ്ടതാണ്. പെൺകുട്ടികൾ ഇവരുടെ സമരം നടക്കുന്നതിന് 50 മീറ്റർ അപ്പുറത്ത് ഒരു 10-25 പെൺകുട്ടികൾ മഴ സമയത്ത്. അതിൽ അഭയ എന്ന് പറയുന്ന ഒരു മിടുക്കി പെൺകൊച്ച് എന്നോട് പറഞ്ഞത്, സാറേ ഞങ്ങളെ പഠിപ്പിച്ചു, പുസ്തകത്തിലുള്ളത് പഠിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു മാതാപിതാക്കൾ. അപ്പൊ ഞാൻ തലേ ദിവസം നോക്കിയപ്പോ ഈ പെൺകുട്ടികൾ സമരം ചെയ്യുന്നതിന്റെ ഫോട്ടോ, ഇവര് മാസ്ക് വെച്ച് സമരം ചെയ്യുന്നു, കുനിഞ്ഞിരിക്കുന്നു, പത്രക്കാരെ കണ്ടപ്പോ കുനിഞ്ഞിരിക്കുന്നു.
ഞാൻ നോക്കിയപ്പോൾ സൈബർ സഖാക്കന്മാർ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇത്ര ധൈര്യമില്ലെങ്കിൽ എന്തിനാ സമരത്തിന് പോകുന്നത്? മാസ്ക് ഇട്ട് സമരം ചെയ്യാനാണെങ്കിൽ എന്തിനാ നിങ്ങൾ സമരത്തിന് പോയെന്ന് ചോദിച്ച് ഇവരെ ആക്ഷേപിച്ചത് ഞാൻ കണ്ടു. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മാസ്ക് ഇട്ടിരിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞത്, സാറേ വീട്ടുകാർ കണ്ടാ വിഷമിക്കും. ആലോചിച്ച് നോക്കണേ, വീട്ടുകാർ കണ്ടാ വിഷമിക്കും. വീട്ടുകാർ അറിയാതെ ആ സമരത്തിന് വന്നിയ പെൺകുട്ടികൾ അവർ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പഠിക്കാൻ പഠിച്ചു, പുസ്തകത്തിനുള്ളത് റെഫർ ചെയ്യാൻ പഠിച്ചു, പുസ്തകത്തിനുള്ളത് എഴുതി വെക്കാൻ പഠിച്ചു, പക്ഷേ സമരം ചെയ്യാൻ ഞങ്ങൾ പഠിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ സമരം ചെയ്ത തമ്പ്രാൻ നോക്കൂ, ഇങ്ങനെ സമരം ചെയ്ത തമ്പ്രാൻ ഇതിനെ പറ്റി മനസ്സിലാക്കൂല്ല, നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങും. അപ്പൊ കൊച്ചിനോട് അടുത്ത വാചകം പറഞ്ഞത്, സാറേ റോഡിലോട്ട് ഇറങ്ങിയ കേസെടുക്കും. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ മഴ സമയത്ത്, എനിക്കറിയാം 8 മണിയാവുന്നു, ഒരു 9 മണിക്ക് മുമ്പ് നമുക്ക് അകത്ത് കയറണം അല്ലെ, നമ്മുടെ മക്കൾ വന്നില്ലെങ്കിൽ. രാത്രിയിൽ മഴ സമയത്ത് ഒരു ടാർപ്പ വലിച്ചു കെട്ടി അതിന്റെ കീഴിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോ അതുപോലും പാടില്ല എന്ന് പറഞ്ഞ ടാർപോളിൽ വലിച്ചു മാറ്റിയ പെൺകുട്ടികളെ മഴയത്തിരുത്തിയ സർക്കാരാണ്. ആലോചിച്ച് നോക്കി, ഇവരെ ആരുടെ സ്നേഹത്തെ പറ്റി സംസാരിക്കുന്നു? ഞാൻ ഈ ഒറ്റ പോയിന്റ് മാത്രമേ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആശാ വർക്കേഴ്സിനെ പറ്റി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു, സൂചിപ്പിച്ചു. തെരുവ് നാടകം അങ്ങേയറ്റം ഹൃദയഭേദകമായ കാര്യമാണ്. അതിൽ അവരെ കൃത്യമായിട്ട് അതെല്ലാം വരച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, പലർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല, ഈ ആശാ വർക്കേഴ്സിന് ഒരുപാട്, അതായത് ഈ 200-500 രൂപ കൊടുക്കുന്നത് ഓരോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കോവിഡ് സമയത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് സമയത്ത് കേരളത്തിൽ അങ്ങോളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പോലീസുകാരുടെ കൂടെ ആ പോയിന്റിൽ ആശാ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടതാ. റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ, അതായത് കോവിഡ് സമയത്ത് റിപ്പോർട്ട് കൊടുത്താൽ 500 രൂപ, മെമ്പറുടെ അമലോദയം കൊടുത്താൽ 500 രൂപ, അങ്ങനെയല്ലേ മാഡം, അങ്ങനെയല്ലേ പൈസ തരുന്നത് ഓരോ റിപ്പോർട്ടിനും. പാലിയേറ്റീവ് കെയറിന്റെ പുറകെ പോയാൽ 250 രൂപ. പ്രസവം ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി സ്ത്രീകളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അതിന് 300 രൂപ. പ്രസവം നിർത്തിക്കാൻ സ്ത്രീകളെ സമ്മതിപ്പിച്ചാൽ അതിന് പൈസ. അതിനേക്കാളും രസകരമായ ഒരു കാര്യമുണ്ട്, പുരുഷന്മാരെ വന്ധീകരിച്ചാൽ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ, ഒരു പുരുഷൻ വന്ധീകരണത്തിന് തയ്യാറാവാൻ ഒരു ആശാ വർക്കർ പോയി സംസാരിച്ചാൽ അതിന് പൈസ കൊടുക്കുന്നുണ്ട്. പുരുഷന്മാരെ വന്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു സ്ത്രീ കാണിക്കുന്ന ആർജവം കൂടി ഈ പറഞ്ഞ മനുഷ്യന്മാർ കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്കി, അതിനാ പൈസ കൊടുക്കുന്നത്. അല്ലാതെ സൈബർ സഖാവ് ഇരുന്ന് തള്ളുന്ന പോലെ ഇവരെവിടെ പറഞ്ഞില്ലേ, അതായത് ഈ പറയുന്ന 250 രൂപ മതിയെന്ന്, 300 രൂപ മതിയെന്ന്. അസുഖം വരുമ്പോ എവിടാ പോകുന്നത്? അസുഖം വരുമ്പോൾ അമേരിക്കയിലും വലിയ വലിയ ഹോസ്പിറ്റലിലുമാണ്, നാട്ടിലെ NS ഹോസ്പിറ്റലിലൊന്നും അല്ല പോകുന്നത്. അപ്പൊ നമുക്ക് സമരത്തിന്റെ മുഴുവൻ ചരിത്രം ഞാൻ ഒരുപാട് പറയാനാണ്. സമരത്തിന്റെ മുഴുവൻ ചരിത്രം, ഒരു കാലത്ത് സമരം മാത്രം ചെയ്ത് നമുക്കറിയാം, ഹൈവേ ഇടിഞ്ഞു പൊളിയാണ്. കീഴാറ്റൂർ, ഞാൻ ഇന്ന് നോക്കിയപ്പോ കീഴാറ്റൂരിനെ പറ്റി പഠിച്ചപ്പോ 7 വർഷം മുമ്പ് കീഴാറ്റൂരിൽ വയൽക്കിളികൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ പാടത്തൂടെ മണ്ണിട്ട് നികത്തരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്തു. CPM-കാരും സഖാക്കന്മാരും ചേർന്ന സമരം അടിച്ചൊളിച്ചിട്ട് അവിടെ സമരം കൊണ്ട് തീറ്റു 7 വർഷം മുമ്പ്. ഇന്ന് ആ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുക. ഒന്ന് ആലോചിച്ചോ, എന്ത് പൊട്ടന്മാരാന്ന് ആലോചിച്ച് നോക്കി. പൊട്ടന്മാരല്ലേ, പാടത്ത് വെള്ളം ഒഴുകുന്നത് ഇടയ്ക്ക് തടയണ കെട്ടി പാലം പണിതാൽ, റോഡ് പണിതാൽ അത് നിൽക്കത്തില്ല എന്ന് ബോധ്യമില്ലാത്തവരാണ് കേരളം ഭരിക്കുന്നത്. അല്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമരം ചരിത്രമാകുന്നത് എന്ന് പലപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് ചരിത്രമാകുന്നു എന്ന് പരിശോധിക്കണം. ഈ സമരം ചരിത്രമാകുന്നത് ഈ സമരത്തിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ടല്ല. സ്ത്രീകളായ നിങ്ങൾ ഇങ്ങനെ ധീരമായി, ഞാൻ ഒരുപാട് സമരങ്ങൾ കളക്ടറേറ്റിൽ കണ്ടിട്ടുണ്ട് മാഡം, സത്യമാണ്. ഞാൻ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കോടതി കളക്ടറേറ്റ് ഉപരോധത്തിന്റെ സമരങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് സമരം തുടങ്ങി 11 മണിയാകുമ്പോൾ വെയിലടിക്കും, എഴുന്നേറ്റ് പോകും. പത്രക്കാർ വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. പക്ഷേ നിങ്ങൾ പത്രക്കാർ പോയിട്ടും ചാനലുകാർ പോയിട്ടും ആക്ഷേപിച്ചവർ വന്നിട്ടും ആക്രോശിച്ചവർ വന്നിട്ടും നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ്. ആ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ വിജയം. അതാണ് ഈ സമരം മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ഈ സമരം, ഇതിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ പിണറായി വിജയൻ തന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നങ്ങേലിയെ പറ്റി നമുക്കറിയാമല്ലോ. നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീ മാറി മറയ്ക്കാൻ സാഹചര്യമില്ലാത്ത കാലത്ത്, മാറിന് കരം കൊടുക്കാൻ തിരിച്ചു വന്ന കാലത്ത് ഈ തമ്പ്രാന്മാരും മുതലാളിമാരും ഒക്കെ എല്ലാത്തിനും വേണ്ടി സമയത്ത് ഒരു സ്ത്രീയാണ് അവിടെ മാറ് വെട്ടി ഇലയിലിട്ടുകൊണ്ടെന്ന എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞത്. അത്തരം സ്ത്രീകൾ ഈ രാജ്യത്തുണ്ടായി, ധീരയായ സ്ത്രീകൾ. ആ ധീരയായ സ്ത്രീകളുടെ ചരിത്രത്തിന്റെ ഭൂപടത്തിലേക്കാണ് നിങ്ങളുടെ ഈ സമരം. അതുകൊണ്ട് ഈ സമരം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് എത്തണ്ട. ഈ സമരം കാസർഗോഡ് നിന്ന് തുടങ്ങി ഈ മഴയത്ത് ഇത്രയും പേര്, ഞാൻ മനസ്സിലാക്കാം, ഞാനൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഉള്ള കാര്യം പറയാമല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമനം ഏത് പാർട്ടിയിൽ വിചാരിച്ചാൽ കൂടി ഈ സമയത്ത് ഇത്രയാളെ സ്വാഭാവികമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. ഇത് നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളോടുള്ള ഐക്യപ്പെടലാണ്. നിങ്ങളെന്ന് പറഞ്ഞ സ്ത്രീകൾ ഈ നാട്ടിൽ കാണിക്കുന്ന ഈ സമരത്തിന്റെ സ്നേഹമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. എന്റെ
അപ്പനും അമ്മയൊക്കെ ഇടക്കാലത്ത് അവർക്ക് പിണറായി വിജയനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ കാരണം കോവിഡ് സമയത്ത് ഈ മനുഷ്യൻ വന്നു നിന്നിട്ട് വീട്ടിൽ പത്രസമ്മേളനത്തിൽ TV പറയും, പട്ടിക്ക് വെള്ളം കൊടുക്കണം, പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കണം, വീട്ടിൽ കിളികൾക്ക് വെള്ളം കൊടുക്കണം. എന്റെ അമ്മയ്ക്കൊക്കെ വലിയ കാര്യമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അമ്മ പറയുന്നത് പിണറായി വിജയൻ ഇന്ന് പറയാൻ പോകുന്നത് പശുവിന് തീറ്റ കൊടുക്കണം എന്നുള്ളതായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അന്ന് ഈ പശുവിന് വെള്ളം കൊടുക്കണമെന്നും പട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെന്നും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്നും ഒക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിച്ചത് അന്ന് നിങ്ങൾ എടുത്ത ജോലിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ആരോഗ്യത്തിൽ നമ്പർ 1 40 വട്ടം ഇവർ വന്നിട്ട് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന ഞാൻ ഒരു കാര്യം പറയുന്നു, കാലത്തിനൊരു കാവ്യനീതിയുണ്ട്. ഇന്ന് ആ പിണറായി വിജയനെ എന്റെ അമ്മയടക്കം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ കാരണവും നിങ്ങളോട് കാണിക്കുന്ന ഈ മോശം പെരുമാറ്റമാണ്. ഒരു കാലത്ത് ആശാ വർക്കേഴ്സിന്റെ ബലത്തിൽ അവരുടെ ക്രെഡിബിലിറ്റിയിൽ നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിന്റെ പൊന്നോവര മുഖ്യമന്ത്രിയായെങ്കിൽ ആശാ വർക്കേഴ്സിനോടുള്ള ഈ നിലപാടിൽ, ആശാ വർക്കേഴ്സ് സ്ത്രീകളോടുള്ള ഈ ധാർഷ്ട്യത്തിന്റെ പുറത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ മുഖ്യമന്ത്രി കസേരയിൽ മാത്രമല്ല മാറുന്നത്, ഈ നാട്ടിലെ സ്ത്രീകളുടെ ഒരു കാലത്ത് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ മുഖ്യമന്ത്രി ചവറ്റുകുട്ടയിലേക്ക് മാറിയത് പോലും നിങ്ങളോട് കാണിച്ച ഈ സമരത്തിന്റെ ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഐക്യദാർഢ്യം നിങ്ങളുടെ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി ആം ആദ്മി പാർട്ടി വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയൊന്നുമല്ല. പക്ഷെ കോട്ടയത്തും കോഴിക്കോടും എറണാകുളം തൃശ്ശൂരും ഒക്കെ ഞങ്ങളുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുഴുവൻ തെരുവ് നാടകത്തിലുണ്ട്. കേന്ദ്രത്തിനുള്ള സമരമല്ലേ വേണ്ടത്, പൈസ കൊടുക്കുന്നില്ല, ഇതിലേക്ക് ഉത്തരം നിങ്ങളുടെ നാടകത്തിലുണ്ട്. ഒരിക്കൽ കൂടി ആ നാടകത്തിൽ അഭിനയിച്ച അത് ഈ അരങ്ങിലെത്തിച്ച സഹോദരിമാരെ ഓർക്കുന്നത്, പ്രത്യേകിച്ച് തലമുടി ചെട്ടിയ വളർത്തുന്ന ചേട്ടനൊക്കെ മനസ്സുകൊണ്ട് ജീവൻ കൊണ്ടാണ് ആ നാടകം ചെയ്തത് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും അഭിവാദ്യവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.